നോമ്പ് നോൽക്കുന്നില്ലേ? അതെന്താ നോമ്പ് നോൽക്കാത്തത്? പള്ളി പോകുന്നില്ലേ? നിസ്കരിക്കുന്നില്ലേ? അതെന്താ നിസ്കരിക്കാത്തത്? ഇങ്ങനെ പല ചോദ്യങ്ങളും ചുറ്റും ഇങ്ങനെ കേൾക്കുന്നുണ്ടാവൂലേ? ഇങ്ങനെ ഓരോരുത്തരും സ്പിരിച്വലി ആക്റ്റീവ് ആവുന്നതോടൊപ്പം മറ്റുള്ളവരുടെ സ്പിരിച്വാലിറ്റിനെ കുറിച്ചുള്ള അന്വേഷണങ്ങളും കൂടുന്നൊരു സമയമാണിത്. പക്ഷേ ഈ സ്പിരിച്വാലിറ്റി, ആത്മീയത, പടച്ചവനുമായിട്ടുള്ള ബന്ധം എന്നൊക്കെ പറയുന്ന കാര്യമുണ്ടല്ലോ, അത് വളരെ പേഴ്സണൽ ആയിട്ടുള്ള വ്യക്തിപരമായിട്ടുള്ള ഒരു ഇടപാടാണ്. അത് അയാളും പടച്ചവനും തമ്മിലുള്ള ഇടപാടാണ്. അതിലേക്ക് മൂന്നാമതൊരാൾ ഇടപെടാതിരിക്കുന്നതാണ്, ചോദ്യങ്ങൾ ഉയർത്താതിരിക്കുന്നതാണ് അതിൻ്റെ സൗന്ദര്യം. ചിലപ്പോൾ ഒരാൾക്ക് നോമ്പ് നോൽക്കാതിരിക്കാൻ അവരുടേതായ കാരണങ്ങളുണ്ടാവും. അത് ശാരീരികമായിട്ടുള്ള വിഷയമായിരിക്കും, മാനസികമായിട്ടുള്ള വിഷയമാവാം, എന്തും ആവാം. അത് ഏറ്റവും അടുപ്പമുള്ള ഒരു മനുഷ്യനോട് പോലും അവർ പങ്കുവെക്കാൻ താല്പര്യപ്പെടണമെന്നില്ല. അത് അവരുടെ വിഷയമാണ്. അവരും പടച്ചവനും തമ്മിലുള്ള ബന്ധമാണ്. അത് അവരുടെ മാത്രം സ്വകാര്യതയാണ്. അതിലേക്ക് കൈകടത്താതിരിക്കുന്നതാണ് അതിൻ്റെ സൗന്ദര്യം. പിന്നെ ഈ ആത്മീയത, സ്പിരിച്വാലിറ്റി എന്നൊക്കെ പറയുന്നത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും അത് വർക്കാവുക. അല്ലെങ്കിൽ പടച്ചവനുമായിട്ടുള്ള ബന്ധം അവർ സ്ഥാപിച്ചെടുക്കുന്നത് അവരുടേതായ രീതിയിലായിരിക്കും. അതിൽ പുറത്തുനിന്നുള്ള ഒരാൾക്ക് ജഡ്ജ് ചെയ്യാൻ യാതൊരു അവകാശവും ഇല്ലാത്തൊരു ഏരിയയാണത്. ഇപ്പോൾ ഈ നരകത്തെക്കുറിച്ച് പറഞ്ഞ് പേടിപ്പിക്കുന്ന ഉസ്താദന്മാരെക്കാളിലും അല്ലെങ്കിൽ ഈ സ്വർഗത്തെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുന്നതിനെക്കാട്ടിലും ഒക്കെ ചില നേരത്ത് ഭയങ്കര സ്പിരിച്വലായിട്ട് തോന്നാറുള്ള അല്ലെങ്കിൽ പടച്ചോനിലേക്ക് അടുപ്പിക്കാറുള്ളത് എന്തെങ്കിലും ഉള്ളു തൊടുന്നൊരു അനുഭവമോ അല്ലെങ്കിൽ ഒരാളുടെ സംസാരമോ അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു പാട്ടോ ഒക്കെ ആയിരിക്കും. അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലായിരിക്കും വരിക എന്നുള്ളതാണ് പറയണത്. പ്രബോധനവും ഉപദേശവും ഒന്നും വേണ്ടെന്നല്ല, പക്ഷേ അത് മറ്റുള്ളവരുടെ സമയവും സാഹചര്യവും സന്ദർഭവും ഒക്കെ മനസ്സിലാക്കിയിട്ട് വേണം ചെയ്യാൻ. അത് നിങ്ങൾക്കൊരു കാര്യം വർക്ക് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ച് അല്ലെങ്കിൽ നിങ്ങൾക്കൊരു കാര്യം ഇഷ്ടമുണ്ടെന്ന് വിചാരിച്ചിട്ട് അത് മറ്റുള്ളവരുടെ മേലേക്ക് അടിച്ചേൽപ്പിക്കുന്നത്, അല്ലെങ്കിൽ പ്രത്യേകിച്ചും ആത്മീയത, പഠിച്ചവനുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അതെങ്ങനെ ഫോർവേഡ് ചെയ്യുന്നതിൽ അതിലാണ് ശരികേടുള്ളത്.